പ്ലസ് ടു കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന പാഠത്തിന്റെ 12ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറെ വീഡിയോസിലായിട്ട് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിച്ചു. ഏതൊക്കെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അതിന്റെ ഇക്വേഷൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. P10 minus P1 divided by P10 is equal to N2 by N1. Now the second colligative property, elevation of boiling point, delta TB is equal to KB into M. KB is the molar ebullioscopic or molar elevation constant or ebullioscopic constant, and the small m is the molality. And what is molality? Number of moles of solute per mass of solvent in kilogram. Next is depression of freezing point. Delta TF is equal to KF into M. Molar depression constant KF. And small m is the molality. And the last colligative property pi, osmotic pressure. And that is equal to nRT by V. ഈ ഇക്വേഷൻസ് എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിലുമുള്ള ഒരു ടേം ആണ് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലുമുള്ള ടേമാണ് നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്കറിയാം എന്താണ് നമ്പർ ഓഫ് മോൾസ്? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സി ഇവിടെ ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫ്, പൈ, P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10, ഇതെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദീസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ് വിത്ത് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ ഇത് ന്യൂമറേറ്ററിലാണ് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണെന്ന് പറഞ്ഞു. സോ ഇവിടെയും നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിലാണ്, ഇവിടെയും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിലും ന്യൂമറേറ്ററിലാണ്, ഓസ്മോട്ടിക് പ്രഷറിലും നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിലാണ്. ദാറ്റ് മീൻസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ number of moles mass divided by molar mass ആണ്. So mass divided by molar mass. Colligative property കൂടുമ്പോൾ molar mass എന്ത് സംഭവിക്കും? molar mass inversely proportional അല്ലേ ആർക്ക്? colligative propertyക്ക്. So as colligative property increases, number of moles increases, and colligative property increases, molecular mass decreases. For example, ചില മോളിക്യൂൾസ്, ചില ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മോൾ പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: KCl is equal to K plus plus Cl minus. ഡിസോസിയേഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ 1 മോൾ KCl നിന്ന് 1 മോൾ K പ്ലസും 1 മോൾ Cl മൈനസും കിട്ടുന്നു. അപ്പൊ ടോട്ടൽ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2 മോളായി. നമുക്കറിയാം പൊട്ടാസ്യം ക്ലോറൈഡിന്റെ മോളിക്കുലാർ മാസ് 74.5 ഗ്രാം പെർ മോൾ ആണ്. നമുക്കറിയാം. സപ്പോസ് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, പൊട്ടാസ്യം ക്ലോറൈഡിന്റെ മോളിക്കുലാർ മാസ് നമുക്കറിയില്ല. നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ കൊളിഗേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുകയാണ് ഡിസോസിയേഷന്റെ ഫലമായിട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. അങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയ ഒരു എക്സാമ്പിൾ ആണ് 1 മോളാർ കേസിന്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഞാൻ കാണുക. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കാണുമ്പോൾ KB 0.52 ആണ്. ഇനി മൊളാലിറ്റി എന്ന് പറയുന്നത് 1 മോളാൽ ഇൻ 1000 ഗ്രാം ആണ്. 1 മോൾ സൊല്യൂട്ട് ഇൻ 1000 ഗ്രാം ആണ്. പക്ഷെ ഈ 1 മോള് ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറി? 2 മോളായിട്ട് മാറി. ശരിയല്ലേ? 2 മോളായിട്ട് മാറി. അപ്പൊ മൊളാലിറ്റി എന്തായി? 2 ആയി. അപ്പം ഡെൽറ്റ ടിബിയുടെ വാല്യൂ എത്ര കിട്ടി? 0.52ന് പകരം എന്ത് കിട്ടി? 1.04 കെൽവിൻ കൂടിയ ഒരു വാല്യൂ ആണ് കിട്ടിയത്. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയപ്പോൾ നമുക്ക് കിട്ടിയ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 74.5 ആണ്.
അത് 2 മോളിന്റെ മാസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും, തെറ്റിദ്ധരിക്കും. ആക്ച്വലി അത് എത്ര മോളിന്റെയാണ്? 1 മോളിന്റെ മാസ് ആണ്. പക്ഷെ ഡിസോസിയേഷൻ കൊണ്ട് അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടി. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 74.5 എന്നുള്ളത് 2 മോളിന്റെ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 മോളിന്റെ മാസിനെ മോളാർ മാസ് എന്ന് വിളിക്കുന്നത്. അതെത്രയാണ്? 74.5ന്റെ പകുതിയാണ്. ദാറ്റ് ഈസ് 37.25 ആണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഈ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം ഇവിടെ ഡിസോസിയേഷൻ നടന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി മറ്റൊരു കേസ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എത്തനോയിക് ആസിഡ് ഓർ അസിറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ. ബെൻസീൻ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ അസിറ്റിക് ആസിഡ്, ഇതാണ് അസിറ്റിക് ആസിഡ്, ഞാൻ ഈ രീതിയിലൊന്ന് എഴുതിയിരിക്കുന്നതാണ്. CH3C_OH. ഇത് മറ്റൊരു അസിറ്റിക് ആസിഡ് മോളിക്യൂളാണ്. ഇത് രണ്ടും ചേർന്ന് ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിനുള്ള സാധ്യതയുണ്ട്. ഈ ഓക്സിജനും തൊട്ടടുത്ത അസിറ്റിക് ആസിഡ് മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിൽ ഒരു ബോണ്ട്. അതുപോലെ ഇങ്ങനെ 2 ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. അപ്പൊ 2 ആറ്റങ്ങൾ ചേർന്ന് 2 മോളിക്യൂൾ ചേർന്ന് ഒരൊറ്റ മോളിക്യൂളായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അവിടെ നമ്പർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് കുറഞ്ഞു. നമ്പർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് കുറഞ്ഞാൽ ആര് കുറയും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്യുലർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? മോളിക്യുലർ മാസ് ഓട്ടോമാറ്റിക്കലി കൂടും. അതായത് അസിറ്റിക് ആസിഡിന്റെ മാസ് എത്രയാണോ അതിന്റെ ഇരട്ടി മാസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഡ്യൂ ടു അസോസിയേഷൻ. സോ ഇപ്പൊ ഈ 2 കേസിലും നമുക്ക് ഒരു അബ്നോർമൽ വാല്യൂ ആണ് മോളിക്യുലർ മാസിന് കിട്ടിയത്. That is actually lower or higher than the expected value. നമുക്ക് കിട്ടേണ്ട വാല്യൂവിനേക്കാൾ ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്. ഡിസോസിയേഷന്റെ കേസിൽ മോളിക്യുലർ മാസ് നമുക്ക് കുറവാണ് കിട്ടിയത്. എന്നാൽ അസോസിയേഷന്റെ കേസിലോ അത് ഹയർ വാല്യൂ, ഇരട്ടി വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇത്തരം മോളാർ മാസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്നോർമൽ മോളാർ മാസസ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് അബ്നോർമൽ മോളിക്യുലർ മാസ് arises due to dissociation and association. So in association number of particles increases, so colligative property decreases and hence molecular mass increases. ഈ ഒരു റിലേഷൻഷിപ്പ് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ആദ്യം ഇത് എഴുതിയിട്ടത്. ഓക്കെ, ഇനി ഡിസോസിയേഷൻ എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ മോളാർ മാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, മോളിക്യുലർ മാസ് പകുതിയാകും. ഓക്കെ, ഇനി അസോസിയേഷന്റെയും ഡിസോസിയേഷന്റെയും ഫലമായിട്ടുണ്ടാകുന്ന അബ്നോർമൽ മോളിക്യുലർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി 1880 വാൻ ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടർ ആണ് വാൻ ഹോഫ് ഫാക്ടർ. ഓക്കെ, ഐയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. I is equal to normal molecular mass divided by abnormal molecular mass. നമ്മൾ ആദ്യം കണ്ട പൊട്ടാസ്യം ക്ലോറൈഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഒറിജിനൽ മോളിക്യുലർ മാസ്, നോർമൽ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 74.5 ആണ്. അത് ഡിവൈഡഡ് ബൈ അതിന് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയാണ് വാല്യൂ കിട്ടിയത്? ദാറ്റ് ഈസ് 37.25 ആണ് കിട്ടിയത്. സോ ഈ ഒരു റേഷ്യോ ആണ് ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. നോ വേറൊരു ടേമിൽ പറയും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ടേമിൽ നമുക്ക് ഐയെ പറയാം. ഇവിടെ നോർമൽ മോളിക്യുലർ മാസ് ആണ് ന്യൂമറേറ്ററിൽ എങ്കിലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ ന്യൂമറേറ്ററിൽ നോർമൽ മോളിക്യുലർ മാസ് വരുമോ? അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം വരുമോ? ഇല്ല. കാരണം മോളിക്യുലർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നോർമൽ മോളിക്യുലർ മാസ് മുകളിൽ ഇവിടെ വന്ന ഈ ടേബിൾ വന്നാൽ ഇവിടെ വരുന്നത് മുകളിൽ വരുന്നത് ഏതാണ്? ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് കിട്ടിയ എക്സ്പെരിമെന്റ് വഴി കിട്ടിയ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇവിടെ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ ഡെൽറ്റ ടി ബി വാല്യൂ കണ്ടത് എത്രയായിരുന്നു? 1.04 കെൽവിൻ, ഇരട്ടിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എത്രയാണ്? അവിടെ കിട്ടേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 0.52 കെൽവിൻ ആണ്. ഈ ഒരു റേഷ്യോ ആണ് കിട്ടുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചോണം, കാരണം മോളിക്യുലർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾസിന്റെ ടേംസിൽ പറയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ.
ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ കേസ് തന്നെ എടുക്കാം. ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ് ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? ഒരു പൊട്ടാസ്യം ക്ലോറൈഡിൽ നിന്ന് 2 മോൾ കിട്ടി അല്ലെ, ഒരു മോൾ K+ഉം 1 മോൾ Cl-ഉം. അപ്പൊ ആഫ്റ്റർ അസോസിയേഷൻ 2 ആണ്. ആഫ്റ്റർ ഡിസോസിയേഷൻ, ബിഫോർ ഡിസോസിയേഷൻ എത്രയാണ്? 1 ആണ്. സോ 2/1. ഇനി ഇതിന്റെ എല്ലാം റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസോസിയേഷന്റെ കേസിൽ ഐയുടെ വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഒന്നിനേക്കാൾ കൂടിയ വാല്യൂ അല്ലേ? ന്യൂമറേറ്റർ വലുതാണ് ഡിനോമിനേറ്ററിനേക്കാൾ, ഡിനോമിനേറ്റർ എല്ലാം ചെറുതാണ്. അപ്പം ഐ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഇൻ ദ കേസ് ഓഫ് ഡിസോസിയേഷൻ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് അസോസിയേഷന്റെ കേസിൽ അപ്പൊ എങ്ങനെയായിരിക്കും? ഐ ഈസ് ലെസ് ദാൻ യൂണിറ്റി. ഐ 1ലും കുറവായിരിക്കും. ഇനി ഈ ടേംസ് എല്ലാം ഉൾക്കൊള്ളിച്ച് കറക്റ്റഡ് മോളിക്യുലാർ മാസ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ എല്ലാം ഈക്വേഷനില് ഐ എന്ന ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷർ ഇങ്ങനെ വരും. P10 minus P1 divided by P10 is equal to I into N2/N1. Then delta TB is equal to I into KBM. And delta TF is equal to I into KFM. And pi is equal to I into nRT/V. ഇനി എപ്പോഴും നമ്മൾ എടുക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആകണമെന്നില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ്സും നമുക്ക് എടുക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ നടക്കുമോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ നടക്കില്ല. അപ്പൊ കിട്ടുന്ന ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നിശ്ചിത വാല്യൂ ഒന്നും ആയിരിക്കില്ല. ഇതിൽ ചിലപ്പോൾ വളരെ ഫ്രാക്ഷൻ ഓഫ് വാല്യൂ, ഐയുടെ വാല്യൂ ഹോൾ നമ്പർ ഒന്നും ആയിരിക്കില്ല. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുമ്പോൾ വളരെ ഒരു ഹോൾ നമ്പർ വാല്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ദി കേസ് ഓഫ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസിന്റെ ടേംസിൽ നമുക്കൊന്ന് നോക്കാം. ഒരു സോഡിയം ക്ലോറൈഡ്, 1 മോൾ സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 മോൾ Na+ഉം 1 മോൾ Cl-ഉം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ്? ദാറ്റ് ഈസ് 2 ആണ്. ബിഫോർ ഡിസോസിയേഷനോ 1 ആണ്. സോ I is equal to 2 ആണ്. ഇനി ഇതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്താലും ഇത് തന്നെയല്ലേ? ആഫ്റ്റർ ഡിസോസിയേഷൻ 2 ആണ്, ബിഫോർ ഡിസോസിയേഷൻ 1 ആണ്. മഗ്നീഷ്യം സൾഫേറ്റ് എടുത്താലും അതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? Mg2+ പ്ലസ് SO4 2-. രണ്ടും ഓരോ മോള് വീതം, നമുക്ക് 2 മോള് കിട്ടും. ആഫ്റ്റർ 2 മോള്, ബിഫോർ 1. സോ അവിടെയും അതിന്റെ വാല്യൂ 2 ആണ്. 1 വേർഡിന് ചോദിക്കാൻ കിട്ടും. Then പൊട്ടാസ്യം സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര കിട്ടും? K2SO4 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2K+ പ്ലസ് SO4 2-. ഇവിടെ 2 മോൾ K+ഉം 1 മോൾ SO4 2-, ടോട്ടൽ 3 മോള്. സോ ഐയുടെ വാല്യൂ I is equal to 3. Okay, hope it is clear. And this topic is very important. ഇതിനകത്ത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്നോർമൽ മോളിക്യുലാർ മാസ് എന്താണെന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം. ഫസ്റ്റ് വൺ, റൈറ്റ് എ നോട്ട് ഓൺ അബ്നോർമൽ മോളിക്യുലാർ മാസ്. ഇവിടെ നമ്മൾ അബ്നോർമൽ മോളിക്യുലാർ മാസിന് കാരണം അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ആണെന്നും അതുകൊണ്ട് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു, അതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് വ്യത്യാസം ഉണ്ടാകുന്നു, അങ്ങനെ മോളിക്യുലാർ മാസിന് വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആൻസർ ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന. എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാം, എക്സാമ്പിൾ കൊടുത്താണ് അത് എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് വാൻ ഹോഫ് ഫാക്ടർ, ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്, ഐയുടെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇക്വേഷൻസ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, നൗ റൈറ്റ് ദ വാൻ ഹോഫ് ഫാക്ടർ ഫോർ 1 Al2SO4 thrice aluminum sulfide and 2 MgCl2 magnesium chloride. ഈ 2 മോളിക്യൂളിനും ഐയുടെ വാല്യൂ വാൻ ഹോഫ് ഫാക്ടർ വാല്യൂ എന്താണെന്ന് എഴുതുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.